ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. രാജമൗലിയുടെ സംവിധാനത്തിൽ ഈ വർഷം ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന മഹേഷ് ബാബു നായകനെത്തുന്ന വമ്പൻ പാൻ ബിഗ് ബഡ്ജറ്റ് സിനിമയിലെ വില്ലൻ വേഷത്തിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റോളിൽ പൃഥ്വിരാജ് സുകുമാരൻ കൂടി ഭാഗമാകുന്നുവെന്ന് ഏകദേശം 1-2 മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നല്ലോ റൂമേഴ്സ് ആയിട്ട് പുറത്തു വന്നത്. ഇപ്പോഴത്തെ ആ റൂമേഴ്സ് ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പൃഥ്വിരാജ് രാജമൗലി സിനിമയിൽ വില്ലൻ വേഷത്തിൽ എത്തുന്നുവെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. എസ് രാജമൗലിയും ഒക്കെ ആയിട്ട് ഇതിനോടകം തന്നെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ പൃഥ്വിരാജിന് ഒരു കിടിലൻ വില്ലൻ വേഷം ലഭ്യമാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ, അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. കുബേര ധനുഷ് നായകനെത്തി വരാനിരിക്കുന്ന അടുത്ത തമിഴ് സിനിമകളിൽ ഒന്നാണല്ലോ ധനുഷും. ഒപ്പം തന്നെ നാഗാർജുനയും പ്രധാന റോളുകളിലെത്തുന്ന സിനിമയിൽ നായിക വേഷത്തെ രശ്മിക മന്ദാനയാണ് അവതരിപ്പിക്കുന്നത്. അവരുടെ സിനിമയിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ജൂലൈ 5-ാം തീയതി പുറത്തുവരും. ഡിമോണ്ടി കോളനി തമിഴിലെ മികച്ച ഹൊറർ ത്രില്ലർ സിനിമകളിൽ ഒന്നാണല്ലോ. ചിത്രത്തിന്റെ 2ാം ഭാഗമായ ഡിമോണ്ടി കോളനി 2 വരുന്ന ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് എത്തും. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമകളിലൊന്നാണ് കനകരാജ്യം. ചിത്രത്തിലെ മുരളി ഗോപി, ലിയോണ ലിഷോയ്, ഒപ്പം തന്നെ ഇന്ദ്രൻസ് തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്നു. ജൂലൈ 5-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അടുത്തയാഴ്ച ജൂലൈ 12-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത വമ്പൻ ഇന്ത്യൻ സിനിമയാണല്ലോ ഇന്ത്യൻ 2. കമലഹാസൻ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമ ഇനി തിയേറ്ററുകളിലേക്ക് എത്താൻ വെറും 10 ദിവസങ്ങൾ മാത്രം ബാക്കി. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇതിനോടകം തന്നെ പല അഭിമുഖങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ കേരള പ്രൊമോഷന്റെ ഭാഗമായിട്ട് കമലഹാസൻ കേരളത്തിൽ എത്തുമെന്നാണ് ഇപ്പോഴും നാം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച റിലീസ് തീയതി പ്രഖ്യാപിച്ച സൂര്യ നായകനെത്തുന്ന സൂര്യയുടെ വമ്പൻ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ കങ്കുവ. സിനിമ ഇനി തിയേറ്ററുകളിലേക്ക് എത്താൻ വെറും 100 ദിവസങ്ങൾ മാത്രം ബാക്കി. ഒക്ടോബർ 10-ാം തീയതിയാണ് കങ്കുവ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ശിവ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ സൂര്യയുടെ ജന്മദിനം പ്രമാണിച്ചുള്ള അപ്ഡേറ്റുകൾ ഈ ജൂലൈ മാസം തന്നെ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ, അപ്ഡേറ്റുകൾ കേട്ടാം. ഉണ്ണി മുകുന്ദൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ഗെറ്റ് സെറ്റ് ബേബി എന്നാണ് ചിത്രത്തിന്റെ പേര്. സിനിമ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. ഉണ്ണി മുകുന്ദന്റെ നായികവേഷത്തിലെ സിനിമയിൽ നിഖില വിമലാണ് പ്രധാന റോളിലെത്തുന്നത്. ഷൂട്ടിംഗ് നേരത്തെ തന്നെ പൂർത്തിയായ സിനിമ വിനയ് ഗോവിന്ദാണ് സംവിധാനം ചെയ്യുന്നത്. മലയാളത്തിലെ അടുത്ത ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയുടെ ഏറ്റവും പുതിയൊരു റൂമറാണ് പുറത്തു വന്നിരിക്കുന്നത്. ലൂസിഫറിന് സംഗീതം നൽകിയ ദീപക് ദേവ് തന്നെയാണല്ലോ എമ്പുരാനും സംഗീതം നൽകുന്നത്. ഇപ്പോഴത്തെ ദീപക് ദേവിനോടൊപ്പം ഡബ്സി നൽകുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ റൂമറുകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ആവേശം, തലമാല ഉൾപ്പെടെ നിരവധി വലിയ വിജയം നേടിയെടുത്ത റാപ്പ് സോങ്ങുകൾക്ക് വഴിയൊരുക്കിയ ഡബ്സി ലാലേട്ടന്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന സിനിമയ്ക്കും ഒരു റാപ്പ് സോങ് ഒരുക്കുന്നു എന്നൊരു റൂമറാണ് ഇതിനോടകം തന്നെ പ്രചരിക്കുന്നത്. തലവൻ എന്ന വിജയ സിനിമയ്ക്ക് ശേഷം ദീപക് ദേവ് സംഗീതം ഒരുക്കുന്ന അടുത്ത മലയാളം സിനിമ കൂടിയാണ് എമ്പുരാൻ. കാത്തിരിക്കൂ, കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്